ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് ഈദിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കിട്ടിയത്. ഇക്കാക്ക് എല്ലാ ദിവസവും ഡ്യൂട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഇക്കാതെ ഇന്നത്തെ ദിവസം ഹാഫ് ഡേ ലീവ് എടുത്തു. അങ്ങനെ നമ്മളിതേ പോവാണ്. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിക്കൊണ്ട് നമുക്ക് വണ്ടി ഇവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് സുക്കുമ്പി ഞാനൊക്കെ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടി. നമ്മൾ ഓട്ടോ കിട്ടിയതിൻ്റെ വീഡിയോ നിർത്തിയില്ലാട്ടോ. കാരണം ഓട്ടോയിൽ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടുത്തെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഒരാൾ കയറേണ്ട രണ്ടാൾ കയറേണ്ട ഓട്ടോറിക്ഷ 250 ആളെ എങ്ങനെയാണെങ്കിലും അവർ കുത്തി കയറ്റി കയറ്റും. അങ്ങനത്തെ ഓട്ടോയാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ വീഡിയോ എടുത്തില്ല. അത് നമ്മൾ ദേഷ്യം നമ്മൾ റായിഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ കടകളെ തേടി നടക്കണം. 2 കടയിൽ ആദ്യം കയറി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഇവിടെ ഒരു കടയിൽ കയറി. ഇവിടെ കയറി കഴിഞ്ഞപ്പോഴാണെങ്കിലും എനിക്ക് പറ്റിയ ഡ്രസ്സില്ല കേട്ടോ. ഞാൻ ഒരു ഷറാറ മോഡൽ ഡ്രസ്സാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ കിട്ടിയില്ല. ഇവിടെ ഒരുപാടുണ്ട്, പക്ഷേ കിട്ടിയില്ല. അതിനുശേഷം നമ്മൾ തിരക്ക് കുറഞ്ഞൊരു കടയിൽ കയറി കഴിഞ്ഞപ്പം എനിക്ക് കിട്ടി. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് മാത്രമല്ല നല്ല കളറുമാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കളർ ഡ്രസ്സില്ല. ഈ കടയിലാണെങ്കിൽ തിരക്കും ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് നോക്കിയെടുക്കാനും പറ്റി. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സൊക്കെ വാരി കെട്ടി ഞാൻ പോവാണ്. അപ്പോൾ സുക്കുമ്പിക്കും ഇക്കാക്കും വേണ്ടിയിട്ടാണ് ഇനി അടുത്ത കടയിൽ കയറേണ്ടത്. അപ്പോൾ 2 പേർക്കും കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു കടയിൽ കയറുവാണെങ്കിൽ നമുക്ക് 4-5 കടയിൽ പിന്നെ കയറേണ്ട കാര്യമില്ലല്ലോ. എനിക്കിഷ്ടമുണ്ട് കടയിൽ കയറുന്നത്, പക്ഷേ ഇക്കാക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ ഡ്രസ്സ് നോക്കി ഇങ്ങനെ ബോറടിച്ച് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇക്കാക്കായും ഞാനും സുക്കുമ്പിയും കൂടി സ്റ്റൈൽ ബസാർ എന്ന് പറഞ്ഞൊരു കടയിൽ കയറി. ഒരുപാട് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻ കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കൊതിയാവും ഇവിടെ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ജീൻസ്, കോട്ട് സെറ്റ് അതൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഡ്രസ്സ്. അപ്പോൾ സുക്കുമ്പിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ തന്നെ ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ് കേട്ടോ സുക്കുമ്പിക്ക് എടുത്തത്. അവനിക്ക് ഇങ്ങനത്തെ ഇല്ല, അതുകൊണ്ട് അത് വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചില്ല എന്നല്ല, അവന് കുറച്ച് വാശി ഉണ്ടാകുന്നത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതെടുത്ത് കൊടുത്തു. പിന്നെ ഒരു നിക്കറും ബനിയനും വേറെയും വാങ്ങിച്ചു കേട്ടോ. പെൺപിള്ളേരുടെയൊക്കെ ഡ്രസ്സ് ഇഷ്ടം പോലെയുണ്ട്. കുഞ്ഞി മക്കളുടെ ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. പിന്നെ ഇക്കാക്ക് ഷർട്ട് എടുത്തില്ല. ഇക്കാ 2-3 ടീഷർട്ടാണ് എടുത്തത്. ഷർട്ട് നാട്ടിൽ വന്നിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്നും ഇറങ്ങിയിട്ടോ. ഇവിടെ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ കാശ് പൊടിയും എന്നുള്ളത് കൊണ്ട് ഇക്ക ഞങ്ങളെയും വലിച്ചുകൊണ്ട് വെക്കുന്ന നടന്ന് പോരാൻ നോക്കിയത്. ഈ സുക്കുമ്പിയുടെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. കൂടെ തന്നെ ഇക്കാരുടെ ടീഷർട്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും വാങ്ങിച്ചില്ല. നമ്മളിവിടെ നല്ല ഡ്രസ്സൊക്കെയാണ്, പക്ഷേ ഇക്കാക്ക് പറ്റില്ല. നാട്ടിൽ നിന്ന് ഒന്നെങ്കിൽ തുണിയെടുത്ത് തയ്പ്പിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് റെഡിമെയ്ഡ് വാങ്ങുക, അതൊക്കെ അങ്ങനെയാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ചെരുപ്പ് കടയിലോട്ടാണ് കേട്ടോ. സുക്കുമ്പിക്ക് ഒരു ഷൂ വാങ്ങണമായിരുന്നു. അപ്പോൾ ചെരുപ്പ് കടയിലോട്ട് പോയി. ചെരുപ്പ് കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെരുപ്പ്, എന്ത് ഭംഗിയുള്ള ചെരുപ്പുകളാണെന്ന് അറിയാമോ ചെരുപ്പ് കടയിൽ ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ കൊതിയാവും. പക്ഷെ ഞാൻ വാങ്ങില്ല കേട്ടോ. എനിക്ക് കൊൽക്കത്തയിൽ നിന്ന് വാങ്ങിത്തരാമെന്ന് എനിക്ക് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചില്ല. ഇവിടെ ഭയങ്കര റേറ്റാണ് ചെരുപ്പിന്. അതായത് മുത്തും കല്ലും പിടിച്ച് നമ്മൾ ഇടുന്ന പോലത്തെ ചെരുപ്പ്. പിന്നെ സുക്കുമ്പിക്ക് കേക്ക് വാങ്ങാനും ഐസ്ക്രീം വാങ്ങാനും ടോയ്സ് വാങ്ങാനൊക്കെ പോയി. അതിനുശേഷം നമ്മൾ നേരെ ഓട്ടോ കയറി വീട്ടിൽ പോവാണ്. ഞാൻ കുറേ വീഡിയോസ് നിർത്തില്ല, കാരണം ഈ മാതിരി സാധനങ്ങളെല്ലാം ഞാനായിരുന്നു തടിമക്കണ്ണ്. അതെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് ഞാനാണ് വന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ബൈ.